അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബീ ഖിറാശിൻ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഹജറ അഖാഹു സനതൻ ഫഹുവ കസഫ്കി ദമിഹി. സ്വദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദുററിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന വളരെയേറെ മഹത്വരമായ ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ അബൂ ഖിറാശ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഹജറ അഖാഹു സനതൻ. ഒരു മനുഷ്യൻ അവൻ്റെ സഹോദരനോട് ഒരു കൊല്ലം, ഒരു വർഷം പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ കസഫ്കി ദമിഹി, അത് അവനെ കൊല്ലുന്നതിന് സമമാണ് എന്നാണ് പറയുന്നത്. വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. വിശുദ്ധ ഇസ്ലാം പരസ്പരമുള്ള ബന്ധത്തിനും സാഹോദര്യത്തിനും വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ്. പരസ്പരം കാണുന്ന സമയത്ത് ഒന്ന് പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടെ ഒന്ന് സലാം പറഞ്ഞ് കൈകൊടുത്ത് അഭിവാദ്യം ചെയ്യുന്ന സുന്ദരമായ കാഴ്ചയാണ് ഇസ്ലാം അനുയായികളോട് നിർദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും മനുഷ്യൻ എന്ന നിലയിൽ പെട്ടെന്നുള്ള ചില കാരണങ്ങൾ കാരണം പിണക്കങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യ സഹജമായ അത്തരം സാഹചര്യങ്ങൾ കൂടുതൽ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അത് കുടുംബത്തിലും സമുദായത്തിലും ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുകയും വിപത്തുകൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 3 ദിവസത്തിൽ കൂടുതൽ ഒരു സഹപാഠിയോട്, സഹോദരനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനോട് നിർദ്ദേശിക്കുന്നുണ്ട്. അബൂ അയ്യൂബ് അൻസാരി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാലി. 3 ദിവസത്തിനേക്കാൾ കൂടുതൽ ഒരു മുസ്ലിമായ മനുഷ്യൻ തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം ഉദ്ദേശിക്കുന്ന ആ സാഹോദര്യത്തിനും സ്നേഹത്തോടു കൂടെയുള്ള ജീവിതത്തിനും തടസ്സമാണ് ഇത്തരം നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങൾ. മറ്റൊരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ സഹോദരന്മാരോട് 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കരുത്. 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം കാണുന്ന സമയത്ത് ഒന്ന് സലാം പറയണം. എന്നാൽ 2 പേരും കുറ്റത്തിൽ നിന്ന് മുക്തനായി മാറും. അതല്ല, ഒരാൾ സലാം പറഞ്ഞ് മറ്റേയാൾ മടക്കാതിരുന്നാൽ സലാം പറഞ്ഞയാൾ കുറ്റത്തിൽ നിന്ന് മുക്തനാവുകയും സലാം മടക്കാത്തവൻ ആ കുറ്റത്തിലായിട്ട് തുടരുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസാണിത്. പലപ്പോഴും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഈ പിണക്കങ്ങൾ ഉണ്ടാകാറുള്ളത്. പെട്ടെന്നുള്ള വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടുള്ള ചില സംസാരങ്ങളായിരിക്കും പിണക്കത്തിന് കാരണം. അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് തൻ്റെ വീട്ടിലൊരു സൽക്കാരം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കല്യാണം. നാം അതിന് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട അയൽവാസികളിൽപ്പെട്ട ആരോടെങ്കിലും അത് പറയാൻ മറന്നുപോയി, അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയി. ആ ഒരു കാരണത്താൽ ഈ പറയാത്ത ആളുകൾ പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. അതിങ്ങനെ നീണ്ടുപോകുമ്പോൾ ആ 2 കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം അകൽച്ചക്കും ശത്രുതക്കും അത് ഹേതുവാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ സംഘടനകളിൽ, അതുപോലെ നാം പ്രവർത്തിക്കുന്ന ഏത് മേഖലകളിലാണെങ്കിലും ചിലരുടെ അഭിപ്രായങ്ങളോട് യോജിക്കാത്തതിൻ്റെ പേരിൽ, നമ്മുടെ അഭിപ്രായത്തോട് അവർ യോജിക്കാത്തതിൻ്റെ പേരിൽ നാം പരസ്പരം പിണങ്ങി നിൽക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടാകരുത്. മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ, മനസ്സറിഞ്ഞ് ഉപദേശിക്കാനുള്ള ഒരു നല്ല സ്വഭാവമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. ഈ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നാം ഒക്കെ എപ്പോഴാണ് മരിക്കുക എന്ന് ആർക്കും അറിയില്ല. ആ പിണങ്ങി നിൽക്കുന്ന ആൾ പെട്ടെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ, അയാളോടൊന്ന് പൊരുത്തം ചോദിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമെല്ലാം മാറിപ്പോകും.
ആ ഒരു കാര്യമോർത്ത് നാം ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. എത്രയോ ആളുകൾ അത്തരത്തിലുള്ള അവസ്ഥകൾ പങ്കുവെക്കാറില്ലേ? മകൻ സ്വന്തം ബാപ്പയോട് പിണങ്ങി നിൽക്കുന്നു, ആ പിണക്കത്തിലായിട്ട് ബാപ്പ മരണപ്പെട്ടു പോകുന്നു. ഒന്ന് മിണ്ടാൻ, ഒന്ന് പൊരുത്തപ്പെടിയിക്കാൻ പറ്റാതെ മനസ്സ് പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായിരിക്കും അവിടെ നിന്ന് അങ്ങോട്ട്. അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളോട്, ഭാര്യ ഭർത്താവിനോട്, തിരിച്ചും എല്ലാവരും പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പിണങ്ങി നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് വേർപിരിഞ്ഞു പോയാൽ അത് വല്ലാത്ത പ്രയാസമായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. ഇന്നലെ പോലും നാം കേട്ട വളരെ പ്രയാസകരമായ ഒരു മരണ വാർത്ത, സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലും അല്ലാത്തവർക്കിടയിലുമൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു പ്രഭാഷകർ മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ മരണപ്പെട്ടു. പെട്ടെന്നുള്ള മരണമായിരുന്നു. അതൊക്കെ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനുമായി ജീവിച്ച ആ വലിയ പണ്ഡിതന് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം, നമ്മുടെ പിണക്കങ്ങൾ മാറാൻ, നമ്മുടെ സുഹൃത്തു ബന്ധങ്ങൾ ഉറപ്പിക്കാൻ, നമ്മുടെ മനസ്സ് ഒന്ന് ശുദ്ധിയാകാൻ, നന്നാകാൻ. ഇത്തരം മരണങ്ങളെല്ലാം നമുക്ക് കാരണമാകേണ്ടതുണ്ട്. ഒരു ചെറിയ ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സ്വർഗത്തിൻ്റെ കവാടം അല്ലാഹു തആല തുറക്കപ്പെടും. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ അടിമകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന ഒരു സമയമാണത്. അവിടെ പറയുന്നുണ്ട്, പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ എല്ലാവർക്കും അന്ന് പുറത്തു കൊടുക്കും. അല്ലാഹു തആല അവൻ്റെ മലക്കുകളോട് നിർദ്ദേശിക്കുമത്രേ, ഇവരുടെ പിണക്കം മാറിയിട്ട് അവർക്ക് പുറത്തു കൊടുത്താൽ മതിയെന്ന്. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണിത്. അപ്പോൾ നമ്മുടെ ദോഷങ്ങൾ പോലും പരസ്പരം പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ അല്ലാഹു തആല പുറത്തു തരികയില്ല. പരസ്പരം പിണങ്ങി നിൽക്കുന്നതിലൂടെ നമ്മുടെ ആഖിറത്തിൽ പരാജയമായിരിക്കും ഉണ്ടാവുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി, എല്ലാവരോടും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും പെരുമാറാനും നല്ല രൂപത്തിൽ ജീവിക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ദുആ ചെയ്ത് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.